പ്രകാശ് മാസ്റ്റർ, നേരത്തെ ശബരിനാഥ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും തരത്തിൽ ഇത്തവണ പോളിംഗ് പെർസെൻറ്റേജ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 73-ലേക്കോ 72%-ലേക്കോ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വോട്ടർമാരായിട്ടുള്ള ആളുകൾ ബൂത്തിലേക്ക് എത്തിയിട്ടില്ല. അവർ എത്താത്തത് കൊണ്ടാണ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം അത് ഈ തെരഞ്ഞെടുപ്പിലെ കുറഞ്ഞ പോളിംഗ് വോട്ടായിട്ട് പ്രതിഫലിച്ചിരിക്കുന്നുവെന്നാണ് കെ എസ് ശബരിനാഥ് പറഞ്ഞിരിക്കുന്നത്. മറുപടി: സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്, അത് മറ്റൊരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലം കൃത്യമായ നിലക്ക്, ഇപ്പം ഞങ്ങളൊക്കെ സംസ്ഥാനത്താകെയുള്ള പൊതുചിത്രം വരാതിരിക്കുന്നേ ഉള്ളൂ, ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന മേഖലക്കകത്ത് ഞങ്ങൾ 101% ആ രംഗത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ പൂർണ്ണമായി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ജനാധിപത്യ മതേതരത്വം ഈ കാര്യങ്ങളെല്ലാം മോഡിക്ക് അവർ കൂടി ഉന്നയിക്കുന്ന മുദ്രാവാക്യമാണ് എന്ന കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു തമാശയാണ് തോന്നുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിൻ്റെ 76 വർഷത്തെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഒഴിച്ച് പാർലമെൻ്ററി ജനാധിപത്യം, മതനിരപേക്ഷത, ഇത് ഇത്രയേറെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പറയുന്നുണ്ടോ? ഇന്ത്യക്കകത്ത് മാത്രമല്ല, ലോകത്താകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ട്? അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഗവൺമെൻറ്റാണ് 10 കൊല്ലമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ സംഘപരിവാർ ഗവൺമെൻറ്. ഇപ്പോൾ മതനിരപേക്ഷത ഇതുപോലെ വെല്ലുവിളിച്ച മറ്റൊരു ഗവൺമെൻറ് ഉണ്ടോ? ന്യൂനപക്ഷത്തെ പോലെ വേട്ടയാടാൻ ശ്രമിച്ച മറ്റൊരു ഗവൺമെൻറ് ഉണ്ടോ? എന്നിട്ട് അതുപോലെ പാർലമെൻ്ററി ജനാധിപത്യം 176 പേരെ ഒന്നിച്ച് സസ്പെൻഡ് ചെയ്തിട്ട്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരുപാട് സ്റ്റേറ്റുകളിൽ MLA-മാരെ വിലക്ക് വാങ്ങിച്ച് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് പാർലമെൻ്ററി ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ആളുകൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുക? എന്നിട്ട് ഈ അവമതിപ്പെല്ലാം ഒരു പൂമാലയായിട്ട് എടുത്തണിയുന്നു ഇവിടെ യുവരാജ് എന്നുള്ളത് അത്ഭുതകരമായിട്ടൊരു കാര്യമാണ്. പക്ഷേ ജനാധിപത്യത്തിനും മതേതരത്വത്തിനുമാണ് വോട്ട് കൊടുത്തിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും വോട്ടർമാർ കേട്ടിരിക്കാൻ സാധ്യതയുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയിലെ മുദ്രാവാക്യങ്ങളായിരിക്കില്ലേ? അതായിരിക്കില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ, ബാബരി മസ്ജിദ് പൊളിക്കുന്നത്, അവിടെ ക്ഷേത്രം പണിയുന്നത്, അവിടുത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, അതുപോലെ തന്നെ ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയം. ഞാൻ ചോദിക്കട്ടെ, ഏത് വിഷയത്തിലാണ് ന്യൂനപക്ഷത്തിന് അനുകൂലമായിട്ട് ശക്തമായ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനായത്? ഏറ്റവും ഒടുവിൽ CAA വിഷയത്തിനകത്ത് ഒരു ശക്തമായ നിലപാടെടുക്കാൻ കഴിഞ്ഞോ? പിന്നെ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനെ എങ്ങനെയാണ് ആശ്രയിക്കാനാവുക? വെറുതെ വർത്തമാനം പറയുന്നതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. രാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവവികാസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മുഖ്യ പ്രതിപക്ഷ പാർട്ടി മതേതരത്വം സംരക്ഷിക്കാനല്ല, ഹിന്ദുത്വത്തെ സംരക്ഷിക്കുന്ന BJPയുടെ കൂടെ അവർക്ക് സഹായകമായിട്ട് നിൽക്കാനാണ് ശ്രമിക്കുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ? പാർലമെന്റ് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുമ്പോൾ എന്താ നിലപാട്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ NIA നിയമത്തിനകത്ത് ഭേദഗതി വന്നു. BJP ഇവിടെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയല്ലേ അത് പാസ്സായത്? അത് രാജ്യത്തിൻ്റെ ജനാധിപത്യം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് അവർക്ക് പറയാൻ വേണ്ടി കഴിയുമോ? അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കി. ശക്തമായ നിലയ്ക്ക് നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനായോ? അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യമാവട്ടെ, മതനിരപേക്ഷതയാവട്ടെ, അതിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന് കരുത്തില്ല. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് അക്കാര്യത്തിൽ ജാഗ്രതയില്ല എന്നുള്ള കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അതിനുവേണ്ടി ആകാവുന്ന രൂപത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നിലകൊണ്ടത് ഇടതുപക്ഷമാണ് എന്നുള്ളത് ആർക്കാ സംശയം? ഇടതുപക്ഷത്തിൻ്റെ കരുത്തേറിയ ഒരു നാടാണ് കേരളം. അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് പാർലമെന്റിൽ വർദ്ധിപ്പിക്കാതെ പാർലമെന്റ് ജനാധിപത്യം സംരക്ഷിക്കാനാവില്ല, മതനിരപേക്ഷത ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം വോട്ടർമാർ അഭിമുഖീകരിച്ചല്ലോ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് നൽകുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാനുള്ള കോൺഗ്രസിന്റെ അവകാശത്തെ അല്ലെങ്കിൽ അവസരത്തെ തങ്ങൾ നശിപ്പിക്കുകയാണ് എന്ന് വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ലേ? രാഹുൽ ഗാന്ധി ഇപ്പോഴും ഒരു ഭാവി പ്രധാനമന്ത്രി ടാഗിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് സാർ. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് ഇറക്കിയിട്ടാണല്ലോ ഇവിടെ കോൺഗ്രസും UDF-ഉം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. കുറച്ച് ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ള വസ്തുതയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് 26 സംസ്ഥാനങ്ങൾ ഒന്നിച്ചു ഭരിച്ച കോൺഗ്രസ് 3 സ്റ്റേറ്റിലേക്ക് ചുരുങ്ങി വന്നപ്പോൾ അവരെവിടെയാണ് ഇന്ത്യക്കകത്ത് സ്വന്തമായിട്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുക? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ സഖ്യം തന്നെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തി കാണിക്കുന്നില്ല? കോൺഗ്രസ് ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് പറയുന്നില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, അതിനൊന്നും പറ്റാവുന്നൊരു പൊളിറ്റിക്കൽ പൊസിഷനിലല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത് എന്നുള്ളത് അവർക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം. Debate with Arun Kumar.